ബിന്ദുവിനെതിരെ പോലീസ് അതിക്രമത്തിൽ പേരൂർക്കട SI പ്രസാദിന് സസ്പെൻഷൻ. ആഭ്യന്തര വകുപ്പാണ് ബിന്ദുവിന്റെ പരാതിക്ക് പിന്നാലെ SIയെ സസ്പെൻഡ് ചെയ്തത്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കൺട്രോൾമെന്റ് SP-യുടെ വിശദമായ റിപ്പോർട്ടിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു. ബിന്ദു ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് സ്വർണ്ണമാല കാണാതെയായിരുന്നു. വീട്ടുകാർ നൽകിയ പരാതിയിൽ തന്നെ സ്റ്റേഷനിലെത്തിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്നും ബിന്ദു വെളിപ്പെടുത്തിയിരുന്നു. യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസിന് ജാമ്യം. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 12ാം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കരുതിക്കൂട്ടി യുവതിയെ മർദ്ദിക്കാൻ പ്രതി ശ്രമിച്ചിട്ടില്ലെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കം. ഇടത് സർക്കാരിന്റെ വികസന പരിണാമത്തിന്റെ കണ്ണാടിയാണ് മേളയെന്ന് ഉദ്ഘാടകനായ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. സർക്കാരിന്റെ വിവിധ പദ്ധതികൾ പരിചയപ്പെടുവാനും ഇതുവരെ നടപ്പാക്കിയ കേരള മോഡൽ വികസനം എന്തെന്ന് അടുത്തറിയുവാനും സഹായകമായ മേള മെയ് 23-ന് സമാപിക്കും. മെസ്സി കേരളത്തിലെത്തുമെന്ന് അതിൽ ഒരു സംശയവും വേണ്ടെന്ന് കായിക മന്ത്രി V അബ്ദുറഹിമാൻ. ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിലായിരിക്കും അർജന്റീന കേരളത്തിലെത്തുക. ഈ കാര്യത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടതില്ലെന്നും ഇപ്പോഴുള്ളത് അനാവശ്യ ചർച്ചകൾ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ട മൈതാനത്ത് നടന്ന റാപ്പർ വേഡിന്റെ പരിപാടിക്കിടെ വ്യാപക നാശനഷ്ടമെന്ന് പാലക്കാട് നഗരസഭ. തിരക്കിനിടെ കാണികൾ പൊതുമുതൽ നശിപ്പിച്ചെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. ചെറിയ കോട്ട മൈതാനത്ത് നഗരസഭ പുതുതായി സ്ഥാപിച്ച ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെ തകർന്നു. പരിശോധന നടത്തിയ ശേഷം നഷ്ടം കണക്കാക്കി സംഘാടകരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ E കൃഷ്ണദാസ് പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ മരം മുറിക്കാൻ അനുമതി തേടി തമിഴ്നാട് സർക്കാരിന്റെ അപേക്ഷ സുപ്രീം കോടതി അംഗീകരിച്ചു. മുല്ലപ്പെരിയാറിലെ ബേബി ഡാം ബലപ്പെടുത്താൻ വേണ്ടി മരം മുറിക്കാൻ അനുമതി തേടിയാണ് തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചത്. കേരളത്തിൽ വലിയ വിവാദമായ സംഭവത്തിൽ കേരളം എതിര് നിൽക്കുന്നുവെന്ന വാദമുയർത്തിയാണ് തമിഴ്നാട് സുപ്രീം കോടതിയിൽ വാദിച്ചത്. സമ്പൽ മസ്ജിദിലെ സർവേ അനുമതി ശരിവെച്ച് അലഹാബാദ് ഹൈക്കോടതി. ഇത് സംബന്ധിച്ച് സമ്പൽ മസ്ജിദ് കമ്മിറ്റി നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. സിവിൽ കോടതിയുടെ ഉത്തരവ് നിയമപരമെന്നും ഹിന്ദു വിഭാഗത്തിന് ആവശ്യമുന്നയിക്കാൻ അവകാശമുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ബംഗളൂരുവിൽ കനത്ത മഴയിൽ മതിൽ തകർന്ന് സ്ത്രീ മരിച്ചു. മഹാദേവപുരം ചന്നസന്ദ്ര സ്വദേശി ശശികലയാണ് മരിച്ചത്. മഴയിൽ വീടിന്റെ മതിലിടിഞ്ഞ് ശശികലയുടെ ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ബംഗളൂരു നഗരത്തിന്റെ പല ഭാഗത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി ചെയ്തെന്ന ആരോപണത്തിൽ ഉത്തർപ്രദേശിൽ ഒരാൾ അറസ്റ്റിൽ. ഷഖ്സാദ് എന്നയാളെയാണ് ഉത്തർപ്രദേശ് പോലീസിന്റെ സ്പെഷ്യൽ പോലീസ് ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തത്. പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ISIക്ക് ഇയാൾ നിർണായക വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാണ് കണ്ടെത്തൽ. ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ വലിയ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷക് ദർ ചൈനയിലേക്ക്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ചർച്ചകൾ നടത്താനാണ് ഇഷ്ക് ദർ പോകുന്നത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ഥിരീകരിച്ചു. ജോ ബൈഡന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മൂത്ര സംബന്ധമായ രോഗലക്ഷണങ്ങളെ തുടർന്ന് ബൈഡൻ ചികിത്സ തേടുകയായിരുന്നു. തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ഥിരീകരിക്കുകയായിരുന്നു.